കോട്ടയത്ത് വഴിയടച്ച് UDFന്റെ സമരം. ആകാശപാതയുടെ പേരുള്ള സമരത്തിനാണ് നിയമം ലംഘിച്ച് പന്തലിട്ടത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLAയുടെ നേതൃത്വത്തിലാണ് സമരം. കൂടുതൽ വിവരങ്ങളുമായി സനോജ് ചേരുകയാണ്. സനോജ്, തിരുവഞ്ചൂരിൻ്റെ MLA ആയിരുന്ന മുൻ കാലഘട്ടത്തിലാണ് ഈ ആകാശപാത കെട്ടിയത്. അതുതന്നെ വലിയൊരു വെല്ലുവിളിയായി, ജനങ്ങൾക്ക് പ്രയോജനപ്രദമല്ല എന്ന് മാത്രമല്ല ഉപദ്രവമായി മാറിയ ഒരു ആകാശപാത ഇപ്പോൾ പന്തലിട്ടുകൊണ്ട് സമരം നടത്തുകയാണ് തിരുവഞ്ചൂർ. എന്താണ് തിരുവഞ്ചൂരിൻ്റെ ആവശ്യം? സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ കോട്ടയത്തെ ജനങ്ങളുടെ ജീവിതത്തിന് ഭീഷണിയായി മാറിയിരിക്കുന്ന ആകാശപാത വിഷയത്തിൽ സമരപരിപാടികൾക്ക് ഇന്ന് തുടക്കം കുറിച്ചിട്ടുണ്ട്. UDF ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം സംഘടിപ്പിക്കുന്നത്. LDFന്റെ നേതൃത്വത്തിൽ ഈ ജനങ്ങൾ ജീവിതത്തിന് ഭീഷണിയായ ആകാശപാതയ്ക്കെതിരെ ശക്തമായ നിലപാട് അധികാര കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് CPMന്റെ നേതൃത്വത്തിൽ ഇന്ന് സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് ഈ സമരം നടക്കുന്ന ഈ തിരുനക്കരയ്ക്ക് സമീപമുള്ള നഗരസഭയ്ക്ക് മുമ്പിലാണ്. ഈ നഗരസഭയ്ക്ക് മുന്നിലാണ് ഈ ആകാശപാത സ്ഥാപിക്കുന്നത്. അതിന് മുന്നിലായിട്ടാണ് ഇപ്പോൾ UDFന്റെ സമരം നടക്കുന്നത്. ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ പറ്റും. ഇത് MC റോഡാണ്. ഈ MC റോഡിൽ നിന്നും വാഹനങ്ങൾ കാൽനട യാത്രികർ റോഡ് ക്രോസ് ചെയ്ത് മറുവശത്തേക്ക് പോകുന്ന ഈ റോഡിൻ്റെ ഭാഗത്താണ് ഇപ്പോൾ ഈ സമരപ്പന്തലിട്ടിട്ടുള്ളത്. അവിടെയാണ് വഴി അടച്ചുകൊണ്ട് പൂർണ്ണമായും സമരപ്പന്തൽ തയ്യാറാക്കിയിട്ടുള്ളത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLAയുടെ ഏകദിന ഉപവാസത്തിൻ്റെ ഭാഗമായി ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം പൂർണ്ണമായും തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ സമരപ്പന്തൽ ഒരുക്കിയിട്ടുള്ളത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മാത്രമല്ല, നഗരസഭയുടെ പ്രവേശന കവാടം പൂർണ്ണമായും അടച്ചിരിക്കുകയാണ്. ഈ നഗരസഭയിലേക്ക് വാഹനങ്ങൾക്ക് കയറുവാൻ പോലും കഴിയത്തില്ലാത്ത വിധത്തിലാണ് നഗരസഭയുടെ മുൻഭാഗത്തെ പ്രവേശന കവാടം പൂർണ്ണമായും അടച്ചുകൊണ്ട് ഇപ്പോൾ ഈ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. തലതിരിഞ്ഞ വികസന കാഴ്ചപ്പാടിന്റെ മകുടോദാഹരണമായി ഇപ്പോഴും ആകാശപാത അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ടും ഈ ആകാശപാത കൊണ്ട് ഇനി പ്രയോജനമില്ല എന്നും അശാസ്ത്രീയമായിരുന്നു എന്നുള്ള കാര്യത്തിലൊക്കെ വ്യക്തത വന്നതുമാണ്. വീണ്ടും ഇതുമായി രംഗത്ത് വരുമ്പോൾ എന്താണ് ഈ കോൺഗ്രസ് ഇപ്പോൾ വേദിയിൽ? എനിക്ക് തോന്നുന്നു രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ ഉണ്ടെന്ന് തോന്നും. എന്താണ് ഇപ്പോൾ ഈ പദ്ധതി നടപ്പിലാക്കിയേ പറ്റൂ എന്നുള്ളത് തന്നെയാണോ തിരുവഞ്ചൂരിൻ്റെയും കോൺഗ്രസ് നേതാക്കളുടെയും ആവശ്യം? തീർച്ചയായിട്ടും സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വികലമായ വികസന പദ്ധതിയുടെ മകുടോദാഹരണമായി ഈ ആകാശപാത ഇവിടെ നിലയുറപ്പിക്കുമ്പോൾ ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് UDF ഇന്ന് സമരം സംഘടിപ്പിക്കുന്നത്. ഈ സമരം ഉദ്ഘാടനം ചെയ്തത് രമേശ് ചെന്നിത്തലയായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ഈ വേദിയിൽ നിന്നും വിട്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ കേരള കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് PJ ജോസഫ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടാത്ത ഒരു പദ്ധതി യാഥാർത്ഥ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് തിരുവഞ്ചൂർ ഇത്തരം ഒരു സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ നിരവധി ആളുകളെ ഈ സമരത്തിലേക്ക് പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. എങ്കിലും വലിയ തോതിലുള്ള ഒരു പങ്കാളിത്തമില്ല എന്നതും ഏറെ ശ്രദ്ധേയമാണ്. മാത്രമല്ല, ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശം MC റോഡിൽ നിന്നും മറുവശത്തേക്ക് പോകുന്ന സഞ്ചാരപാതയാണ്. ആളുകൾക്ക് യഥേഷ്ടം സുഖകരമായ രീതിയിൽ കാൽനട യാത്രികളും മറ്റ് വാഹനങ്ങളും കടന്നു പോകുന്ന ഒരു പ്രവേശന വഴിയാണ് പൂർണ്ണമായും അടച്ചുകൊണ്ട് ഇപ്പോൾ ഇവിടെ സമരം സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല, നഗരസഭയുടെ മുൻഭാഗത്തെ പ്രവേശന കവാടം അടച്ചുകൊണ്ടാണ് ഈ സമരപ്പന്തൽ തയ്യാറാക്കിയിട്ടുള്ളത്. അങ്ങനെ ഒരു വികലമായ വികസന പദ്ധതി യാഥാർത്ഥ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് UDF സമരം സംഘടിപ്പിക്കുന്നത് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം പൂർണ്ണമായും തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. സിജു, ശരി, സനോജാണ് വിവരങ്ങൾ നൽകിയത്. കോട്ടയത്തെ ആകാശപാത നടപ്പിലാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വഴിയടച്ചുകൊണ്ട് നിയമം ലംഘിച്ചുകൊണ്ട് തിരുവഞ്ചൂരിൻ്റെ നേതൃത്വത്തിൽ സമരം രമേശ് ചെന്നിത്തലയാണ് ഉദ്ഘാടനം ചെയ്ത്. നിരവധി കോൺഗ്രസ് പ്രവർത്തകർ ഈ സമരത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്നു. വിവരങ്ങളാണ് സനോജ് സുരേന്ദ്രൻ നൽകിയത്.